അത് ഇനി പ്ലാൻ ചെയ്തിട്ടില്ല, അതായിട്ട് നടക്കില്ലോ. പെട്ടെന്ന് നമ്മളിപ്പോ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും അവൾക്ക് എക്സ്പെക്ടേഷൻ കൊടുത്തിട്ട് നടന്നില്ലെങ്കിലോ, ഞാൻ ഷൂട്ടിങ് എന്തെങ്കിലും പോയാലോ, അതുകൊണ്ട് ഒന്നും പ്ലാൻ ചെയ്യാറില്ല. അപ്പൊ തോന്നുന്നത് പേളിയുടെ കൂടെ അല്ലേ പെട്ടെന്ന് അവൾക്ക് എന്തെങ്കിലും ഇപ്പൊ നമുക്ക് മൂന്നാർ പോവാം, ഇപ്പൊ നമുക്ക് ഗോവ പോവാം, അങ്ങനെയാണ് എല്ലാ പ്ലാനും നടക്കുന്നത്. അതേപോലെ കല്യാണം കഴിഞ്ഞപ്പോ ഈ ഹണിമൂണിന്റെ സമയത്ത് നമുക്ക് ഹിമാലയ പോവാം. ഹിമാലയത്തിൽ പോയ ആഘോഷ കപ്പിളാണ് എന്റെ അടുത്ത് ഒരാൾ. അപ്പൊ രണ്ടാളും ഹിമാലയ പോയി നടന്ന് ക്ഷീണിച്ചു. ഫുള്ള് അങ്ങനത്തെ സ്ഥലമല്ല അത്, പക്ഷെ നല്ല രസമായിരുന്നു. ഇതുവരെ ഞാൻ പോയിട്ടില്ല. അപ്പൊ പേളി ഓൾറെഡി ഒരു ടൈം പോയിട്ട്, അതെ അവളാണ് അവിടെ പോയി ഇവിടെ പോവാന്നൊക്കെ പറഞ്ഞ് കൂട്ടിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളുടെ ഹണിമൂൺ അടിപൊളിയായിട്ട്. അതുകൊണ്ട് ഈ അടുത്ത പരിപാടി എന്താണെന്ന് ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല അല്ലേ? അങ്ങനെയല്ല, വെഡിങ് ആനിവേഴ്സറി ആണല്ലേ. ഈ പേളിയോട് ഇങ്ങനെ പേളിയുടെ നേച്ചർ ഭയങ്കര കുട്ടിക്കളിയാണ്, കുറച്ച് സീരിയസ് ആവും, മെച്യൂർ ആവും എന്നൊക്കെ എപ്പോഴെങ്കിലും പറയാറുണ്ടോ? പേളിന്ന് കുട്ടികളി സമയത്ത് കുട്ടികളി, മെച്യൂർ ആവുന്ന സമയത്ത് അതുപോലെ ഉണ്ടാവും. രണ്ടും ഉണ്ട്. പക്ഷെ എനിക്ക് അധികം ഇഷ്ടമല്ലത് പേളിയുടെ കുട്ടികളിയാണ്. അപ്പോഴല്ലേ നമുക്ക് അവളെ കുറച്ചുകൂടി പാമ്പർ ചെയ്യാൻ പറ്റും. ഇത് മെച്ചൂർഡ് പറഞ്ഞാൽ ഈ പ്രൊഫഷൻ രീതിയിൽ നല്ല മെച്ചൂർഡാണ്. അല്ല അപ്പൊ ഇങ്ങനെ എപ്പോഴും ബോളോട് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഈ കുട്ടികൾ കളിക്കാതെ എന്താ കുറച്ചുകൂടെ? എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? ഓ എന്താ സന്തുഷ്ടമായ ദാമ്പത്യമാണ്, ഞാൻ അതിനകത്ത് ഒരു കുഴപ്പമുണ്ടാക്കുന്നില്ല. രണ്ടുപേരും ഈ ഷൂട്ടും ലൊക്കേഷനും ഒക്കെ ആയിട്ട് തിരക്കാണ്. മാസത്തിൽ 2 ദിവസം 3 ദിവസം ഒക്കെ ആകെ കാണുന്നത്. അതുകൊണ്ട് എങ്ങനെ ഈ ബന്ധം ഇങ്ങനെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്? കാരണം കാണാനേ കിട്ടുന്നില്ല രണ്ടുപേര്. അത് എങ്ങനെയാ വെച്ചാ നമുക്ക് എന്തെങ്കിലും കാണുമ്പോഴല്ലോ സുഖം ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. എപ്പോഴും കൂടെ ഇരുന്നാൽ അതിലൊരു ത്രില്ലില്ല. എന്തെങ്കിലുമൊക്കെ വന്ന് കാണുമ്പോ ആ ഒരു എൻജോയ്മെന്റ്, നല്ല ഒരു മെമ്മറീസ് ആയിരിക്കും. ഞങ്ങൾ എന്തൊക്കെ ചെയ്യും, പുറത്തു പോവും, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അതുകൊണ്ട് അങ്ങനത്തെ ഞങ്ങൾക്ക് ഇഷ്ടമായി. പക്ഷെ അങ്ങനെ പറയണല്ലോ, നമുക്ക് എങ്ങനെ പോകുന്ന അതുപോലെ ജീവിച്ചു പോവാ. എന്താ വെച്ചാൽ ഷൂട്ടിംഗ് വരുന്ന സമയത്ത് ഉണ്ടാവും, പിന്നെ വരാതെ ആയിരിക്കാം. പക്ഷെ വരുന്ന സമയത്ത് നമ്മൾ വർക്ക് ചെയ്യാം. അതുകൊണ്ടാണ് രണ്ടാളും അവരവരുടെ പ്രൊഫഷൻ. എപ്പോഴെങ്കിലും പേളിയോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ കല്യാണം കഴിഞ്ഞിട്ട്? ദേഷ്യം വെച്ചാ അവള് ഈ ഓയിൽ ഐറ്റംസ് കഴിക്കാൻ പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് കുരു വരും. അപ്പൊ പറയുമ്പോ ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞാ കഴിക്കും. അപ്പൊ മാത്രമേ ചിലപ്പോ അനുസരിക്കും, ചിലപ്പോ കഴിക്കും. മനുഷ്യന്റെ ഓരോ ആഗ്രഹങ്ങളല്ലേ ശ്രീനിഷി, അതൊക്കെ അനുവദിച്ചു കൊടുക്കണ്ടേ? നല്ല പഴംപൊരി കാണുമ്പോഴോ പിന്നെ എന്നെ ചീത്ത പറയും, നീയല്ലേ നോക്കണ്ടത്, ഞാൻ കഴിക്കുമ്പോ വേണ്ടെന്ന് നീയല്ലേ പറയണ്ടത്, നീ പറഞ്ഞില്ല. ഒരു പ്രത്യേകതരം ജീവിതമാണല്ലേ. ഒരു നല്ല അടിപൊളിയാണ്. ഇപ്പൊ